തോപ്ലാൻഡ്സ് ഹെറിറ്റേജ് വോക്കിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മുടെ PNBയുടെ എക്സിബിഷനാണ്. അപ്പോൾ നമ്മുടെ ക്ലബ്ബ് നടത്തുന്ന ഒരു എക്സിബിഷനാണ്. ക്ലബ്ബിലെ എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്ന് നടത്തുന്ന എക്സിബിഷനാണ്. അതിൽ നിന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടേ ഉള്ളൂ. അതും കളക്ഷനിലുള്ളതിൽ ഒരു പരിധി വരെയുള്ള സാധനങ്ങളെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക. ഈ ഒരു സെക്ഷനിലിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച വസ്തുക്കൾ കാണുവാനും അതൊന്നുകൂടെ ഓർമ്മയിൽ കൊണ്ടുവരാനും വളരെയധികം മികച്ച ഒരു എക്സിബിഷനാണ്. ഓരോരുത്തർക്കും പല പല കളക്ഷൻസ് ഉണ്ട്. ക്യാമറയുടെ കളക്ഷനുണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രന്ഥക്കെട്ടുകളുണ്ടായിരുന്നു, പിന്നെ ടൈപ്പ് റൈറ്ററുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വാച്ചുകളുണ്ടായിരുന്നു, ക്ലോക്കുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോയിൻ കളക്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ കറൻസി കളക്ട് ചെയ്യുന്നവർക്കോ ആൻറ്റിക്സ് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഒക്കെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ കയറി വരുന്നിടത്ത് എൻട്രൻസിൽ തന്നെ നമുക്ക് 3-4 സ്റ്റാള് നമുക്കിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാളിൽ വന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളിവിടെ കാണുന്നത് തിരുവിതാംകൂർ കോയിനുകളാണ്. ഇതിനെപ്പറ്റി പിന്നീട് വിശദീകരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഈ കാണുന്ന കോയിനുകൾ വളരെ റെയർ കോയിനുകളാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പണ്ട് 3 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, കോഴിക്കോട് എന്നീ രാജ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ കാണുന്ന കോയിൻ പഴശ്ശിരാജായുടെയാണ്. 1753 മുതൽ 1805 വരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന കോയിനാണ്. വിവിധ തരത്തിലുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കവറുകളാണ് ഈ കാണുന്നത്. കഴിഞ്ഞ 2022 ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിൻ്റെ സ്റ്റാമ്പുകളും നോട്ടുകളുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ന്യൂമിസ്മാറ്റിക് ക്ലബ്ബ് രക്ഷാധികാരിയായ KK മാത്യു സാറിൻ്റെ കളക്ഷൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള സ്റ്റാമ്പുകൾ, കവറുകൾ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കവറുകൾ, അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തൊട്ട് ഇങ്ങോട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന നോട്ടുകൾ, പല രാജ്യങ്ങളുടെ നോട്ടുകൾ, വിവിധ തരത്തിലുള്ള കാരണം പ്രത്യേകതകളുള്ള നോട്ടുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള സ്റ്റാമ്പുകൾ, നോട്ടുകൾ, അങ്ങനെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള പലതരത്തിലുള്ള 1 രൂപ നോട്ടുകൾ, 2 രൂപ നോട്ടുകൾ, 5 രൂപയുടെ നോട്ടുകൾ, 20, 50, 100 അങ്ങനെ പല കാലഘട്ടങ്ങളിലുള്ള പല വർഷങ്ങളിലായിട്ടുള്ള നോട്ടുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അനേകം നോട്ടുകൾ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ബ്രിട്ടീഷ് കോളനികളായിരുന്നു. അന്ന് പ്രാബല്യത്തിലുണ്ടായിരുന്ന നോട്ടുകൾ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ മലയാളികളുടെ പേരിലുള്ള സ്റ്റാമ്പുകളാണ് ഇപ്പോൾ കാണുന്നത്. പഴയകാല ടൈപ്പ് റൈറ്ററുകൾ, പണ്ട് ഉപയോഗത്തിലുണ്ടായിരുന്ന ഫോണുകൾ ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പലതരത്തിലുള്ള ക്യൂബിക്സിൻ്റെ തന്നെ ഒരു ശേഖരം ഇവിടെ കാണുന്നതാണ്. ഇത് മനോജിൻ്റെ വകയാണ്. ശിലാ സന്തോഷിൻ്റെ കളക്ഷൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ വാള്, യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുതരം ദണ്ഡ്, പല മാതിരിയിലുള്ള വാളുകൾ, കത്തികൾ, അങ്ങനെയുള്ള പല പല ആയുധങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ പേരിൽ ഇറക്കിയിരിക്കുന്ന പല രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളാണ് ഈ കാണുന്നത്. ചെഗ്വേരയുടെ സ്റ്റാമ്പുകൾ, ചെഗ്വേര ഒപ്പിട്ട ക്യൂബൻ കറൻസി, ചെഗ്വേരയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ക്യൂബൻ കറൻസി നോട്ടുകൾ,
സേതു പറഞ്ഞതുപോലെ 4 സ്റ്റോളിലെ ആദ്യത്തെ സ്റ്റോറാണ്. അത് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റ് ഷൈന്. ഇത് മല്ലപ്പള്ളിയിൽ നിന്നുള്ള ശ്രീകുമാറാണ്. ക്യാമറയുടെ ഒരു വലിയ ശേഖരം അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് ആലപ്പുഴയുടെ സ്വന്തം വാഗേശ്വരി ക്യാമറ 1942 തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ്. അത് മ്യൂസിക്കലായിട്ടുള്ള ഒരു കടയിൽ ഇതിൻ്റെ പേര് വെല്ലോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ വെല്ലോസ്, അതായത് ഹാർമോണിയത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ വെല്ലോസ്. അത് ഡാമേജ് ആയ സമയത്ത് ഇതുപോലെ ക്യാമറ ഇതുപോലെ കൊണ്ട് കൊടുത്തു. അവരിത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായിട്ട് ഈ ക്യാമറ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പം ജർമ്മനിയിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ ഇതെല്ലാം വെല്ലോസ് ക്യാമറകളാണ്. ഇതെല്ലാം ഇങ്ങനെ ചുരുക്കി ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുകളാണ്. ഇതെല്ലാം ഇതെല്ലാം ഫോക്കസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ഫോക്കസ് ചെയ്യാൻ ഒരു അടയാൻ ചെയ്യുന്നത്. ഇത് റയറായിട്ടുള്ള ഒരു ഫ്ലാഷാണ്. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിന് വെളിയിൽ നിന്ന് ഞാൻ വരുത്തിയെടുത്താണ്. ഇത് നമുക്ക് പിടിച്ച് മടക്കി ഇങ്ങനെ കൊണ്ടുപോകാം. റയറായിട്ടുള്ള ഒരു ഫ്ലാഷാണ്. ക്യാമറകളൊക്കെ ഏകദേശം 1960 ഇയേഴ്സ് ഉള്ള ഇതാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇതൊക്കെ ലെതർ കവറാണ്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ലെതർ കവറുകളാണ് ഇതൊക്കെ. തീർത്തും അതും ഇപ്പോഴും അതേ തനിമയോട് കൂടി അത് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ലെതർ, ഒറിജിനൽ ലെതറാണ് ഇതിൻ്റെ കവറുകളാണ്. ആൽഫ. ഇത് പോളറോയിഡ് ക്യാമറ. അതായത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രിൻ്റ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതാണ് പോളറോയിഡ് ക്യാമറ. ഇത് 1980 മുതലുള്ള വീഡിയോ ക്യാമറകളാണ്. ഇതും അതിനോടനുബന്ധിച്ച് 80, 75 ആ മോഡൽ മുതലുള്ള ക്യാമറകളാണ്. ഇത് പോക്കറ്റ് റേഡിയോ ക്യാമറ. ഇതിൻ്റെ അകത്ത് ഉള്ളിൽ റേഡിയോ ഉണ്ട്. നമുക്ക് റേഡിയോ കേട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യാം. അതിനുവേണ്ടി മാത്രമാണ്. ഇതെല്ലാം പോക്കറ്റ് ക്യാമറകളാണ്. ഏറ്റവും ചെറിയ ഫിലിമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതും 1980 കാലഘട്ടത്തിലുള്ള ക്യാമറകളാണ്. ഇതെല്ലാം യാഷിക എന്നുള്ള ഐറ്റങ്ങളാണ്. പിന്നെ ഇത് ഡിസ്ക് വഴി നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ഇതിൽ ഡിസ്ക് ഇട്ടേച്ച് ഡയറക്റ്റ് ഇതിലേക്ക് നമുക്ക് ഫോട്ടോ വീഡിയോ ആയിട്ട് എടുക്കാം. വിവിധ തരത്തിലുള്ള മണ്ണെണ്ണ വിളക്കുകൾ, പഴയകാല റേഡിയോകൾ, ക്ലോക്കുകൾ, ഇതൊക്കെ നമുക്ക് ഈ എക്സിബിഷനിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ആദ്യകാലങ്ങളിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, പഴയകാല ടൈപ്പ്റൈറ്ററുകൾ. ഇപ്പോഴുള്ള യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും ഇത് അധികം പരിചയമില്ലാത്ത സാധനമാണ്. ഇത് നമ്മുടെ പഴയ കമ്പ്യൂട്ടറാണ്. പഴയകാല മാസികകൾ, പുസ്തകങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയകാലത്തെ ടൈം പീസുകളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള വാച്ചുകൾ, ഗാന്ധി വാച്ചുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. The Travancore patterns are these 2 coins. I think this is minted around like 15 pieces and this is 10 pieces. The price should be around like 15 lakhs for this and 10 lakhs for this. Pattern coins ആണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറിറ്റി. ഇത് നോർമലി ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മാർത്താണ്ഡത്ത് തക്കലയിലുള്ള മ്യൂസിയത്തിലുണ്ട്, പിന്നെ ഉള്ളത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതുകൊണ്ട് ഇത് വളരെ റെയറായിട്ടുള്ള കോയിൻസാണ് ട്രാവൻകൂറിലായിട്ടുള്ള. ഇത് സ്പെസിമെൻ അല്ലെങ്കിൽ പാറ്റേൺസ് എന്ന് പറയാൻ നോർമൽ ഇഷ്യൂ അല്ലാണ്, ഇത് പാറ്റേൺ ആണ്. ഇത് കോയിൻ ഇറക്കുന്നതിന് മുമ്പുള്ള ഇഷ്യൂ ആണ്.
അത് ആക്സെപ്റ്റ് ചെയ്യാതെ വരും ഈ പറഞ്ഞ ഈ അതോറിറ്റീസ്. അന്നേരം ഇത് റിജക്റ്റഡ് ആവും, എന്നിട്ട് അത് പാറ്റേൺ ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വരാം. എൻ്റെ ഫ്രണ്ട് എനിക്ക് തായ്ലൻഡിൽ പോയപ്പോൾ എനിക്ക് കൊണ്ട് തന്നത്, എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നത് ഈ ഒരല്. അതെൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെതാണ്. അതിന് ഏകദേശം ഒരു 19 വർഷമെങ്കിലും പഴക്കമുള്ളതാണ്. ഓലക്കെ അതുപോലെ തന്നെ അതവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ കാൽപ്പട്ടി അത് എൻ്റെ ഫാദറിൻ്റെതാണ്. ഈജിപ്ഷ്യൻ ഗോഡസാണ്. ഇതിൻ്റെ ഒരു വലിയതുണ്ട്. അത് ഈജിപ്തിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് 10-15 വർഷമായിട്ടുള്ള കളക്ഷൻസാണ് ഇത്. ഏകദേശം 200-210 രാജ്യത്തോളമുള്ള കോയിൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. കറൻസികളുമുണ്ട്. ഇതൊരു 100-125 വർഷം പഴക്കമുള്ള ബൈബിളാണ്. ഇത് വല്യപ്പച്ചൻ്റേതായത്. ഇത് കൽച്ചട്ടി വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപ്പിടുന്നതായിരുന്നു. ഇത് സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള സാധനം. ഇത് ഒട്ടകത്തിൻ്റെ എല്ലുകൊണ്ടുള്ള ഒരു ആഭരണപ്പെട്ടിയാണ്. പിന്നെ ആ നെഫർട്ടീറ്റിയുടെ വലിയൊരെണ്ണമായത്. ആ കോളാമ്പിക്ക് നല്ല പഴക്കമുള്ള കോളാമ്പിയാണ്. അത് സാധാരണ ചെറുതാണ്, ഇത് ഏറ്റവും വലുതാണ്. ഈ ഭരണികൾ രണ്ടും അതുപോലെ തന്നെ ഒത്തിരി പഴക്കമുള്ളതാണ്. ഈ സോഡാക്കുപ്പി, ചെറിയ സോഡാക്കുപ്പി കിട്ടിയതാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ്, മരിച്ചുപോയ പ്രസിഡന്റുമാരുടെ 39 പേരുടെ പേരിൽ ഓരോ കോയിൻ ഇറങ്ങിയിട്ടുണ്ട്, ഡോളർ കോയിൻ. അതിൻ്റെ 39 പേര് ഇതിനകത്തുണ്ട്. അവരുടെ പേര് വിവരങ്ങളെല്ലാം പ്രത്യേകം എൻ്റെ കയ്യിലുണ്ട്. ഇത് സ്വാഭാവിക മരണം സംഭവിച്ചിട്ടുണ്ട്, വധിക്കപ്പെട്ടവരുണ്ട്, ഒക്കെയുള്ളവരുടെ എല്ലാവരുടെയും ഫോട്ടോ അടങ്ങിയ കോയിനാണിത്. 70 രാജ്യത്തെ കോയിനുള്ളത്. അതെല്ലാവർക്കും കാണാൻ വേണ്ടി അങ്ങനെ ചെയ്തു. ഒറ്റ ഒരു തടിക്കകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇത് ഒട്ടകത്തിൻ്റെ തലയാണ്. എല്ലാത്തിനും ഒറ്റ തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ 14 സീറോസുള്ള സിംബാബ്വേയുടെ കറൻസിയാണ്. $100 ട്രില്യൺ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് വെക്കുമ്പോൾ 10 lakh crores വരും. അതാണ് ഏറ്റവും സിംബാബ്വേയുടെയാണ്. ഇത് റണ്ണിങ് അല്ല, നിർത്തലാക്കിയതാണ്. എല്ലാവരുടെയും ശ്രദ്ധിക്കുക. ഒരു സെക്കൻഡ് നേരത്തേക്ക് നിശബ്ദരായിരിക്കണം. നമ്മുടെ 4 ഡീലേഴ്സ് ആയിരുന്നു നമ്മുടെ ഈ അടൂർ പെക്സ് 2020 ഉണ്ടായിരുന്നത്. അതിലൊരാൾ കച്ചവടം നിർത്തിയിട്ട് എന്തോ മാരേജ് ആവശ്യത്തിനായിട്ട് തിരികെ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡീലർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിലേക്കായിട്ട്
വന്നാൽ മതി, അത് വർക്കിംഗ്. അദ്ദേഹം അതിന് വന്നില്ല, പിന്നെ ഇതിനേലും ഒന്ന് വരണം എന്ന് പറഞ്ഞു. പ്രദർശനത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മുടെ പണ്ടത്തെ ആമാടപ്പെട്ടിയാണ്. ഇത് ഒറ്റത്തടിയിൽ തീർത്ത ആമാടപ്പെട്ടിയാണ്. ഇത് ഒറ്റ പീസാണ്, ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത ആമാടപ്പെട്ടി, ആദ്യകാലത്തെ ആമാടപ്പെട്ടിയാണ്. ഇത് സാധാരണ ഇപ്പോഴും വീടുകളിലൊക്കെ ഉള്ള മണ്ണെന്ന് പറയുന്ന സാധനമാണ്. ഇത് ആദ്യകാലത്തെ പ്രഷർ കുക്കറാണ് ഈ സാധനം. ഇതിങ്ങനെ തുറന്നിട്ട് രണ്ട് സൈഡും തുറന്നിട്ട് എടുക്കാവുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇത് ടൈറ്റ് ചെയ്ത് മുകളിലോട്ടാക്കും. ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് അങ്ങനെയാണ് ടൈറ്റ് ചെയ്തത്. ഇത് വാലുരുളി. നമ്മൾ സാധാരണ ഈ ചെറിയ നിവേദ്യവും അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് കയ്യിൽ ചൂട് ആകാതിരിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ വാലുരുളി. ഇതൊരു അറബിക് പോട്ടാണ്. ഇത് ചായ അങ്ങനെയൊക്കെയുള്ള വൈൻ അങ്ങനെയൊക്കെയുള്ളത് ഇട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ചായ കോപ്പ എന്ന് വേണമെങ്കിൽ പറയാം. ചായക്കോപ്പ നമ്മുടെ പാലക്കാടൻ സൈഡിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ ഇവിടെ സാധാരണയായിട്ട് കാണത്തില്ലത്. ആ സൈഡിലാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മസാല, ഉപ്പ്, മുളക്, മല്ലി അങ്ങനെയൊക്കെയുള്ള മസാല കൊണ്ടിട്ട് ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. എപ്പോഴും അടുക്കളയിൽ കാണുന്നൊരു സാധനമാണ്. ഇപ്പം നമ്മൾ ഓരോ ഡപ്പ തുറന്ന് അതിനുള്ള ടൈം ഇതെന്ന് പറഞ്ഞാൽ കുറേശ്ശെ ഇട്ട് വെക്കും, കുറേശ്ശെ തട്ടിത്തട്ടിട്ടും ജോലി എളുപ്പമാണ്. ഇതൊരു പോർട്ടബിൾ ആലയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. മറ്റേ ആലകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് ഫിക്സ് ആയിരിക്കും. ഇത് നമുക്ക് ഒരിടത്ത് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു എയർ ഇവിടെ നിന്ന് വരും. നമുക്ക് ഇരുമ്പ് ഒക്കെ കൊല്ലന്മാരുടെയൊക്കെ ആ ഒരു ആലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇത് പാതാളക്കരണ്ടയാണിത്. നമ്മൾ കിണറ്റിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കയറ് കെട്ടി നമ്മളിത് വെള്ളത്തിലിറക്കിയിട്ട് അത് പോയ സാധനങ്ങൾ തുണിയൊക്കെ ആണെങ്കിൽ ഇത് ഇട്ട് രണ്ട് കലക്ക് ഇറക്കി പൊക്കിയെടുക്കുമ്പോൾ അതൊക്കെ അതിലേക്ക് ഉപയോഗിക്കും. ഇതാണ് ഉപയോഗിച്ചത്. ഇത് കുക്കയാണ്. ഇത് പുകയിലിട്ട് ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിൽ കൂടെ ഇങ്ങനെ വലിച്ച അറബികളൊക്കെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുക്കയാണ്. പുക വലിച്ചുകൊണ്ടിരുന്നത്. ഇത് തേവുകെട്ട എന്ന് പറയും. അതായത് നമ്മുടെ ഈ ആലപ്പുഴ സൈഡിലൊക്കെ കാണാം. വെള്ളം ഇങ്ങനെ ഒരു തോട്ടിൽ നിന്ന് അടുത്ത തോട്ടിലേക്ക് കയറ് കെട്ടി കയറിലിങ്ങനെ തൂക്കിയിട്ട് കോരി വെള്ളം തേവിക്കൊണ്ടിരുന്ന സാധനമാണ് തേവുകെട്ടാന്ന് പറയുന്നത്. ഇതാണ് ഇരട്ട വിളക്ക് എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു നിലവിളക്ക് പോലെ ഇരിക്കും. പക്ഷേ ഇതിനകത്തിൽ നമുക്ക് മണ്ണെണ്ണ ഒഴിക്കാം. മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണ കത്തിക്കാം. ഇതിനകത്ത് മണ്ണെണ്ണയും കത്തിക്കാം, അതുപോലെ മണ്ണെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കാം. കൂടാതെ നമുക്ക് ഇതിനകത്ത് വിളക്കെണ്ണ ഒഴിച്ച് 3 തിരിയിടാം. അതാണ് ഇത് രണ്ട് ഉപയോഗത്തിനുള്ളതാണ് ഇരട്ട വിളക്കെന്ന് പറയുന്നത്.
വെള്ളിക്കോല്. ഇത് പണ്ട് കാലത്ത് സാധനങ്ങൾ തൂക്കിക്കൊണ്ടിരുന്ന ആണ്. ഇവിടെ സാധനങ്ങൾ തൂക്കിയിട്ടിട്ട് നമ്മുടെ ഈ കയ്യിൽ ഇതിനകത്ത് ഓരോ അളവുണ്ടാവും, ഓരോ മാർക്കിംഗ് ഉണ്ടാവും. ഈ മാർക്കിൻ്റെ അവിടെ വെച്ച് നമ്മൾ വിരൽ വെച്ചിട്ടാണ് അത് തൂക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അനുസരിച്ച് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയാണ് തൂക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ വിരൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ ഇതിൻ്റെ തൂക്കത്തിൻ്റെ ഇതറിഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കിണ്ടിവിളകം എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കിണ്ടിയുടെ ഉപയോഗമല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് എണ്ണ ഒഴിച്ചിട്ട് 2 സൈഡിലും തിരിയിട്ട് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ട് തൂക്കിയിടുന്ന തൂക്കുവിളക്ക് പോലുള്ളതാണ് കിണ്ടി വിളക്ക്. കിണ്ടിക്കകത്തിലാണ് അന്ന് വിളക്ക് എത്തിച്ചത്. ഇത് ഒരു പാക്കുവട്ടിയാണ്. അതിനകത്തിൽ അനന്തശയനമാണ് ഇതിൻ്റെ ശരിക്കുള്ള പിക്ചർ എന്ന് പറയുന്നത്. അത് കണ്ട ഇങ്ങനെ വെച്ച് പാക്ക് ഇതിനിടയിൽ വെച്ച് കട്ട് ചെയ്ത് മുറിക്കുന്നതാണ്. അപ്പോൾ പഴയകാല പാക്കുവട്ടിയാണ്. ഇതൊരു സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ $1 കോയിൻസാണ്. ഇതെല്ലാം ഓരോന്നും ഓരോ ഇൻസ്ട്രുമെൻ്റാണ്. അത് ഓരോ $1 ഒരു ഡോളറാണ് അതിൻ്റെ വാല്യൂ. മൊത്തം $6 ഒരു സെറ്റാണിത്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ VVIP സെറ്റാണ് കോയിൻ. ഇതങ്ങനെ സർക്കുലറിൽ വരുന്നതല്ല, 100 രൂപയുടെ കോയിനാണത്. 100 റുപ്പീസ് കോയിനാണത്. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഗിഫ്റ്റ് പാക്കാണ്. ഇത് സർക്കുലർ വരുന്നതല്ല. ഗാന്ധി ടോക്കൺസും കോയിനും ഒക്കെയാണത്. ഇത് 1000 രൂപയുടെ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ 1000 വർഷത്തെ ഓർമ്മയ്ക്കായിട്ട് ഇറക്കിയ കോയിനാണ്. 1000 രൂപയുടെ കോയിൻ. അതുപോലെ തന്നെ ഇത് സെയിൻറ്റ് അൽഫോൺസയുടെ ബർത്ത് സെൻ്ററിലുള്ള കോയിനാണ്. 100 രൂപയുടെ കോയിൻ. അതുപോലെ ഇത് US-ൻ്റെ സ്റ്റേറ്റ് കോയിൻസാണിത്. അമേരിക്കയുടെ നാഷണൽ പാർക്കിൻ്റെ 50 സ്റ്റേറ്റിൻ്റെ കോയിനാണിത്. ഓരോ സ്റ്റേറ്റിനും ഓരോ കോയിൻസുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഏതാണ്ട് 535-ൽ പരം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ കോയിനുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സിബിഷൻ കാണുവാൻ വന്ന പല ഉന്നതരായ വ്യക്തികളും അവിടെ വെച്ചിരിക്കുന്ന ഗസ്റ്റ് രജിസ്റ്ററിൽ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി ഒപ്പിട്ടു. എക്സിബിഷനിൽ വന്ന ഒരു അമ്മയും കുഞ്ഞും അവരെന്തൊക്കെയോ വാങ്ങിക്കുന്നതിൽ വ്യാപൃതരാണ്. സാറേ ഇതിൻ്റെ എൻട്രി അതിനെ കൂടെ ഇറങ്ങി ഇതിലേക്കൂടെ വരുമ്പോഴാണ്. അടൂർ NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് പ്രദർശനം കാണാൻ സാഹചര്യം ഉണ്ടായി. വളരെ മനോഹരമായിട്ടുണ്ട്. പഴയ പ്രാചീന കാലഘട്ടങ്ങളിലെ കോയിനുകളും സ്റ്റാമ്പ് കളക്ഷനുകളും കറൻസികളും എല്ലാം ഇവിടെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വന്ന് കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും.
വളരെ പ്രചോദനകരമാണ്. എന്തായാലും ഇതിൻ്റെ സംഘാടകർക്ക് ഇതിന് പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.